ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റിയായ കോളിഫ്ലവർ ഗ്രേവിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവർ വെച്ചിട്ട് എന്ത് തയ്യാറാക്കണമെങ്കിലും അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കോളിഫ്ലവർ ഒരു 1-2 മിനിറ്റ് ഇട്ട് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഞാൻ എടുത്ത് വെച്ച കോളിഫ്ലവർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1-2 മിനിറ്റ് മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കുക്കാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതുവരെ ഇൻസെക്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവുകയും ചെയ്യും. ഇനി ഞാൻ ഇതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ അടുപ്പത്തേക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 കറുകാപ്പട്ട, 1 ഏലക്കായ, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു നുള്ള പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തതാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സവാളയും അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ച സവാളയും അതുപോലെ 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാളയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനിത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വാടി കിട്ടണം. അതുവരേക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇപ്പോൾ നന്നായി വാടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ആ തക്കാളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തക്കാളിയും കൂടെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. അപ്പോൾ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ ഒരു പരിവ ആവുന്ന രീതിക്ക് നമ്മളിതൊന്ന് വാട്ടിയെടുക്കണം. ഇങ്ങനെ ആയാൽ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ പാടെ പൊടികളൊക്കെ പാടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. 2 മിനിറ്റ് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് കുക്ക് ചെയ്ത കോളിഫ്ലവറാണ്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കോളിഫ്ലവറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യണം. ഇതിലെ മസാലകളും കോളിഫ്ലവറും എല്ലാം പാടെ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാനിത് തുറക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഗ്രേവി രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മല്ലിച്ചപ്പും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലൂസ് രൂപത്തിലാണ് ഗ്രേവി ഇഷ്ടം വെച്ചാൽ നമുക്ക് മല്ലിച്ചപ്പിട്ടതിന് ശേഷം ഇത് ഇറക്കി വയ്ക്കാം. അതല്ല ഒന്നും കൂടെ നമുക്കിതൊന്ന് ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടൊന്ന് വറ്റിക്കുക.
അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അതാ മുഴുവനായിട്ടും വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല അടിപൊളി ഗ്രേവി രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ കോളിഫ്ലവർ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഇത് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.